ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ റിക്വസ്റ്റ് വന്നു, കുറേ അല്ല കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബാക്ക് പാക്കിംഗ് ചെയ്യുമെന്ന്. നമുക്ക് ബാക്ക് പാക്കിംഗ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ ഇതിന് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിയ സാധനമൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഈ ബാഗെല്ലാം കാണിച്ചു ഗൈസ്. ഇത് ദുബായിൽ നിന്ന് വാങ്ങിയ ഒരു ബാഗാണ്. നല്ല ഭംഗിയില്ലേ ഈ ബാഗ് കാണാൻ. ഇതാണ് എൻ്റെ ബാഗ്. പിന്നെ ഇതിലേക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കീ ചെയിൻ, ബാർബിയുടെ കീ ചെയിൻ ഉണ്ട്. ഇത് പേർപ്പിൾ കളറാണ്. ഇതിലിങ്ങനെ ബ്ലൂ ആയിട്ട് കാണുന്നത് ആണ് എൻ്റെ ബാഗ്. പിന്നെ ഒരു സിപ്പ്, 2 സിപ്പ്, 3, 4, പിന്നെ 2 സൈഡും വാട്ടർ ബോട്ടിലും കുടയും വെക്കാനുള്ളത്. അപ്പോൾ ഒരു ഹൈസ്കൂൾ ആൻഡ് UP സെക്ഷൻസിനൊക്കെ ഈ ഒരു ബാഗ് മതിയാവും. അത്യാവശ്യം നമ്മുടെ സിബൊക്കെ ഉണ്ട്. 1, 2, 3, 4 സിബ് ഉണ്ട് ഇതിലും. ഇവിടെ ഒരു സിബ്, ഇത് 2. അപ്പോൾ ഒരു ഹൈസ്കൂൾ ആൻഡ് UP സെക്ഷൻസിനൊക്കെ ഈ ഒരു ബാഗ് മതിയാവും. അത്യാവശ്യം നമ്മുടെ സിബൊക്കെ ഉണ്ട്. 1, 2, 3, 4 സിബ് ഉണ്ട് ഇതിലും. ഇവിടെ ഒരു സിബ്, ഇത് 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ബുക്കൊന്നുമില്ല. നമുക്ക് 1 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഞാനൊരു റഫ് നോട്ട് വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു റഫ് നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പേപ്പർ ഗ്രേഡിൻ്റെ റഫ് നോട്ടാണ്. 100 പേജിൻ്റെ റഫ് നോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാഗിൽ വെക്കാം. ഇതാണ് ഗെയ്സ് എൻ്റെ ബാഗിൻ്റെ അകം വശം. നമ്മളൊരു റഫ് നോട്ട് ആണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ടീച്ചർ പറഞ്ഞിരുന്നു ഒരു നോട്ട്, റഫായിട്ടുള്ളൊരു നോട്ട് വെക്കണമെന്ന്. പിന്നെ വെക്കുന്നത് നമ്മുടെ ഈ ഒരു ഡയറി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊരു ഡയറിയാണ്, മൈ മെലഡീൻ്റെ ഒരു ഡയറി. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഞാൻ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിങ്ങനെ ഒരു മാത്രം എഴുതി. പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ എഴുതി വെച്ചതാണ്. പിന്നീട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതിയതായിരുന്നു. പിന്നെ ഇതും വെച്ചാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ ഒരു ഹേർട്ട് ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ പേര് നൈഫെന്ന് എഴുതിച്ചു. പിന്നെ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. മൈ റിയൽ ലൈഫ് സ്റ്റോറി റെയിൻബോ പോലെ ഞങ്ങൾക്ക് സ്റ്റിക്കറാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കറാണ്. പിന്നെ ഇത് വിഷ് യു ജനുവരി 5th എൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ ഇതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഡയറി വെച്ച് കൊടുക്കാം. ഡയറിയും വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഫയലായിരുന്നു. ഇതാണ് എൻ്റെ ഫയല്. അപ്പഴേ വായിക്കണം. നമ്മളിപ്പോൾ കളർ പേപ്പർ, പിന്നെ A4 ഷീറ്റൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിലാവശ്യം വന്നാൽ ഇപ്പോൾ സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ വെച്ചതാണ്. ഫസ്റ്റ് ഡേ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഫയലിൽ കുറച്ച് A4 പേപ്പേഴ്സ്, പിന്നെ കളർ പേപ്പേഴ്സൊക്കെയാണ് വച്ചിട്ടുള്ളത്. നമുക്ക് ഇതും ബാഗിൽ വെക്കാം. ഇറക്കിടാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു ഫയലും നമ്മുടെ ബാഗിൽ വെച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഇവിടെ ഫില്ലായിട്ടുണ്ട്. നമുക്ക് സിപ്പ് ഇട്ട് വെക്കാം കേട്ടോ. നമ്മളിവിടെ സിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഈ ഒരു സിപ്പാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ബന്ധമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇവിടെ. അങ്ങോട്ട് നല്ല സ്പേസസ് ഉണ്ട് കേട്ടോ ഈ ബാഗിനകത്ത്. അപ്പോൾ ബാഗിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ വെച്ചാൽ നമുക്കൊരു അംബർല പോപ്പിൻ്റെ കോഡാണ്. ഇതൊരു ഗ്രേപ്സിൻ്റെ കളറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 460 ആണ് കേട്ടോ ഈ ഒരു അംബർലാൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ബാഗിൽ വെച്ച് കൊടുക്കാം. ഞാൻ അമ്പള വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർ ബോട്ടിലാണ്. ഞാൻ ഈ ഒരു ബോട്ടിലാണ് കൊണ്ടുവന്നത് സ്കൂളിലേക്ക്. ഇതിങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോ പോലെ, അകത്ത് സ്റ്റീലാണ്.
ഈ ഒരു ബോട്ടിൽ വെക്കാം. ഞാൻ പുറത്ത് വെക്കുന്നില്ല, പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ലൂസാണ്, കുപ്പി വീണിട്ട് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതും വെക്കാം. പിന്നെ ഇതിൻ്റെ സ്നാക്സ് ബോക്സ് ആണ് ഗൈസ്, ബാർബീൻ്റെ സ്നാക്സ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ സ്നാക്സ് ഒന്നും വെച്ചിട്ടില്ല, സ്കൂളിൽ കൊണ്ടുവന്നല്ലേ. നമ്മുടെ സ്നാക്സ് ബോക്സും വെച്ച് കൊടുക്കാം. പിന്നെ ജോമെട്രി ബോക്സ്, ഇത് ടോംസിൻ്റെ ജോമെട്രി ബോക്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂളിലൊക്കെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊന്നും. പിന്നെ ഈ ഒരു ടവല് ലവ് ഷേപ്പൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയില്ലേ ഒരു ടവല്. അപ്പോൾ ഇതിന് സ്കൂളിലേക്കാണ്. പിന്നെ നമ്മുടെ ടവലും വച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിൽ, പിന്നെ അംബ്രല്ല, പിന്നെ നമ്മുടെ ടവല്, സ്നാക്സ് ബോക്സ്. പിന്നെ ഈ വെല്ലിടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, എൻ്റെ ബ്രദർ ഇങ്ങനെ വെല്ലിടാണ്. പിന്നെ ഞാൻ ഇത് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ്, നമ്മുടെ പോക്കറ്റ് ടിഷ്യൂ. വൈറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്, നമുക്ക് സ്കൂളിലേക്കൊക്കെ വേണ്ട ഒരു ഐറ്റം വന്നിട്ട്. ഇത് വെറും 10 രൂപയുള്ളൂ, 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും വെക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്കെയില് വെക്കാനുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി, ഈ ഒരു സ്കെയില് വച്ചിട്ടുണ്ട്. ഈ ഒരു സിപ്പ് ഇടാം. ഇനി ഞാൻ ഈ ഒരു സ്കെയില് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു സ്കെച്ച്, ഡോംസിൻ്റെ സ്കെച്ചാണ്. ഇതിൻ്റെ റേറ്റ് 25 ആണ്, 25-30, ഇതിന് 50. ഒരു സ്കെച്ചും വെച്ച് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതും വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ടിഷ്യൂ, പോക്കറ്റ് ടിഷ്യൂ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹൈലൈറ്റർ, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഹൈലൈറ്ററാണ്, റെയിൻബോ ഒക്കെ വന്നിട്ട് ഒരു ഹൈലൈറ്റർ വെച്ചു. പിന്നെ ഈ ഒരു ഗ്ലിറ്റർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ജിബ് അടിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ജിബ് ഉണ്ട്, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ കളക്ഷനാണ്, ഇതിൻ്റെ സ്റ്റിക്കറിന് ഞാൻ ആക്കിയതാണ് ഇട്ടേക്കാനായിട്ട്. ഇതും ഞാനാക്കിയ സ്റ്റിക്കർ തന്നെയാണ്. ഇതാണ് കേട്ടോ ഞാനാക്കിയ സ്റ്റിക്കേഴ്സ്. ഇതൊരു ഗേളാണ്, നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ ഇതൊരു ഗേള്. പിന്നെ ഇതിവിടെ ഒരു ഇതെന്ത് സാധനം, ഇത് നമ്മുടെ സ്റ്റാറിനാണ് കേട്ടോ. നമ്മുടെ ഇതുണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ സിന്നമൊറോളുണ്ട്, പിന്നെ മൈമെലഡി ഉണ്ട്. മൈമെലഡി 2 ഉണ്ട് കേട്ടോ. ഇതൊരു മൈമെലഡിയാണ്. ഇതൊക്കെ ഇതിനകത്തേക്ക് ഇടാം. ക്യാമലിൻ്റെ ഒരു 10 രൂപേൻ്റെ ഒരു വാക്സ് ക്രയോൺസ് വെച്ചു. പിന്നെ നമ്മുടെ സാപ്ലയർ ഇതും ഒന്ന് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ബാഗൊക്കെ ഫില്ലായി. നമുക്ക് ഇവിടെ നമുക്ക് പൗച്ച് വെക്കാം. അപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും പൗച്ച് എവിടെയെന്ന്. അപ്പോൾ നമുക്ക് പൗച്ച് വെക്കാം. ഇതാണ് എൻ്റെ പൗച്ച്, യൂണിക്കോണിൻ്റെ പൗച്ച്. നമുക്ക് ഈ പൗച്ച് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു കീ ചെയിൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിവിടെ കീ ചെയിൻ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണേ. നമുക്ക് പൗച്ചിലേക്ക് വെക്കാനായിട്ട് കുറേ സാധനമുണ്ട്. അപ്പം പൗച്ചിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ക്യാമലിൻ്റെ പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എത്രയാണ്, 25 ആണ് കേട്ടോ. നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഒരു സ്കെയില് നല്ല ഭംഗി. ഇനി നമുക്ക് 2 ലെഡ് പെൻസിലുണ്ട്. ഒരു പിങ്കാണ്, പിങ്കല്ല ലാവൻഡർ പോലത്തെ, പിന്നെ ഒരു ഗ്രേ കളറാണ് കേട്ടോ. ഇത് 2 വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഷാർപ്നെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്, പിങ്ക് കളർ. പിന്നെ നമ്മുടെ പെയിൻറ്റ് ബ്രഷ് ഒന്ന് വെച്ചു. പിന്നെ ഈ ഒരു എറേസർ ഉണ്ടല്ലോ, നമ്മുടെ ഇത് എന്താ പറയുക, ക്യൂബ് എറേസർ ഒന്ന് വെച്ചു. പിന്നെ ഈ ഒരു പെൻ റൈറ്റിംഗ്, ഇത് ടീച്ചേഴ്സിനാണ്.
നൈറ്റീസ് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു പെന്ന്, ഇത് പെൻസിൽ വെച്ചു. പിന്നെ നമ്മൾ വെക്കുന്നത് 2 ഈ ഒരു എറേസറാണ്. ഒരു പിങ്ക് കളർ ക്യൂട്ടായിട്ടുള്ള ഒരു എറേസറും വെച്ചു. പിന്നെ ഒരു കപ്പ് കേക്കിൻ്റെ എറേസറും വെച്ചു. ഈ ഭാഗം ഫില്ലായിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലൂ വെക്കാം, ഗ്ലൂ. പിന്നെ ഒരു ഫെവിസ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ഇത് വെക്കാം കേട്ടോ. സ്ഥലം മാറ്റി ഗൈസ്. ഞാനിവിടെ ഒരു ഫെവിസ്റ്റിക്ക് വെച്ചു. പിന്നെ ഒരു ഫെവി ഗം വെച്ചു. പിന്നെ നമ്മുടെ വൈറ്റ്നറാണിത്. പിന്നെ സിസറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ ലാവ പെന്നില്ലേ, യൂണിക്കോണിൻ്റെ ലാവ പെന്ന് വെച്ച് കൊടുത്തു. പിന്നെ നമുക്കൊരു മാർക്കറൊക്കെ ആണ്. അപ്പോൾ നമുക്ക് മാർക്കർ ഇതെവിടെ വെക്കാം കേട്ടോ. ഒരു ബ്ലാക്ക് മാർക്കർ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ആണ്. ഈ ഒരു യൂണിക്കോണിൻ്റെ പെൻസിൽ വെച്ചു. പിന്നെ ഒരു ക്യാറ്റിൻ്റെ ഒരു വൈറ്റ് പെൻസിൽ വെച്ചു. ഇതൊക്കെ ഡ്രോയിങ്ങിൻ്റെ സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു പിങ്ക് പെൻസിൽ വെച്ചു, നിയോണിൻ്റെ ഡോംസിൽ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പെന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പെന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്കിങ്ങും ഒരു ബ്ലൂയിങ്ങും വെച്ചു. ഇനി ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 റുപ്പീസാണ് കേട്ടോ. ഇതാ കുറേ കളേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഡയമണ്ട് പോലെ ഇങ്ങനെ വെച്ചിട്ടൊരു പെൻസിലുണ്ട്, അതും വെച്ചു. പിന്നെ ഒരു ബ്ലാക്കിങ് വെച്ചു. പിന്നെ ഇത് വെച്ചോട്ടെ, യൂണിക്കോണിൻ്റെ ഒരു പെന്ന് വെച്ച്, ക്യൂട്ടായിട്ടില്ല. പിന്നെ നമ്മൾ വെച്ചെടുക്കുന്നത് നമ്മുടെ ഈ ഒരു ബുക്കാണ് കേട്ടോ. ഒരു മിനി ബുക്കാണ്. നമുക്ക് ഇവിടെ വച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഇനി നമുക്ക് എൻ്റെ ഫോട്ടോയിൽ പ്രിൻ്റ് ചെയ്ത് നെയിം സ്ലിപ്പാണ് ഗേസ് എൻ്റെ ഫോട്ടോ. അപ്പോൾ ഇതും കൂടി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ നെയിം സ്ലിപ്പും വച്ചു. നമുക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒറ്റക്കായി വീഡിയോ എടുക്കുന്നതുകൊണ്ടില്ല ഗേസ്, ചെറിയൊരു ബുദ്ധിമുട്ട് ആണ് ഇതൊക്കെ വെക്കാനൊക്കെ. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇതന്നെയാവും എൻ്റെ ബാഗിൽ വെയിറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ പൗച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് സിബ് ഇടാം. അപ്പോൾ ഇത്രയാണ് ഗൈസ് ഞാൻ എൻ്റെ ബാക്ക് പാക്കിങ്ങിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് പാക്കിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ബാഗ് ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതാണ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് ടാറ്റാ, സീ യു.